നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ജനപ്രതിനിധികൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്ന് വി കെ ശ്രീകണ്ഠൻ MP. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലേക്ക് MP ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിന് വി കെ ശ്രീകണ്ഠൻ MP-യുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പുതിയ ബസ്സാണ് കോളേജിലേക്ക് നൽകിയിരിക്കുന്നത്. 28,40,000 രൂപ ചെലവഴിച്ചാണ് 53 സീറ്റുള്ള ബസ് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ കോളേജ് സന്ദർശനത്തിനിടെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു MP കോളേജിലേക്ക് ബസ് അനുവദിച്ചത്. എന്നാൽ പല കാരണങ്ങളാലും ബസ് എത്താൻ വൈകുകയായിരുന്നു. ഇക്കാര്യം ബസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ വി കെ ശ്രീകണ്ഠൻ MP തുറന്നടിക്കുകയും ചെയ്തു. MP ഫണ്ട് അനുവദിച്ചു, ഇവിടെ ഫ്ലക്സ് ബോർഡ് മാത്രമേ ഉള്ളൂ, ബസ് വന്നിട്ടില്ല എന്ന് പരക്കെ വിമർശനവും ഈ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ചില ആളുകൾ ബോധപൂർവമായി നടത്തി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും കൂടെ ചേർന്നാണ് നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നടക്കുക. അത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയ പ്രാധാന്യം നൽകിയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ പ്രവർത്തിച്ചത്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയാണ് എൻ്റെ കാലാവധിയുള്ളത്. ഈ കാലാവധിക്കുള്ളിൽ ഈ ബസ് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് ചില ആളുകൾ രാഷ്ട്രീയമായ തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് വൈകിയത് എന്ന് ഇവിടെ കൂടിയവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ്. ജനപ്രതിനിധികൾ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ സമയബന്ധമായി യാഥാർത്ഥ്യമാക്കുവാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഇച്ഛാശക്തി ഉണ്ടാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി കെ ശ്രീകണ്ഠൻ MP ഓർമ്മപ്പെടുത്തി. കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും MP സൂചിപ്പിച്ചു. എന്തെങ്കിലും ഒരു ഫണ്ട് അനുവദിച്ചാൽ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ വില കുറഞ്ഞ രാഷ്ട്രീയം കളിച്ച് വളരെ മോശമായ പ്രചരണം നടത്തി എന്നുള്ളത് പട്ടാമ്പിയിലെ കോളേജിലെ ഒരു ശാപമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുക. ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ അതിനോട് ബന്ധപ്പെട്ട, കാരണം സർക്കാർ ജീവനക്കാരായിരിക്കുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവരൊക്കെ എല്ലാം ശമ്പളം കൊടുക്കുന്നത്. ഈ ശമ്പളം എന്ന് പറയുന്നത് സാധാരണക്കാരായി ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികളുടെ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് ഖജനാവിലേക്ക് അടയ്ക്കുന്നതാണ് ഈ നികുതി പൈസ എന്ന് പറയുന്നത്. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾ, സാധാരണക്കാരായ കുട്ടികൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കാനുള്ള ഒരു ആത്മാർത്ഥത ഈ നികുതി കാശ് വാങ്ങി ശമ്പളം വാങ്ങി കസേരയിലേക്ക് ഇരിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്നവരെന്നല്ല, ഇതിന്റെ പിന്നിൽ പലരും അങ്ങനെ പല ചരടും വലിച്ചു എന്നുള്ളത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്. അപ്പൊ അനുവദിച്ച MP-യെയാണ് പ്രതികൂട്ടിലാക്കി പ്രചരണം നടത്തിയിരുന്നത്. എന്തായാലും ആ കള്ള പ്രചരണങ്ങളൊക്കെ അവസാനിച്ച് ഇന്ന് ബസ് ഇവിടെ വന്നിരിക്കുകയാണ്. കോളേജ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VS ജോയ് അധ്യക്ഷനായിരുന്നു. ബസിന്റെ താക്കോൽദാനവും ആദ്യയാത്രയുടെ ഫ്ളാഗ് ഓഫും MP നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, കൗൺസിലർ KT റുക്കിയ, PTA സെക്രട്ടറി MR അനിൽകുമാർ, ബസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ P അബ്ദു, കോളേജ് യൂണിയൻ ചെയർമാൻ AK മുഹമ്മദ് സഹൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിന് 2 ബസ്സുകളാണ് സ്വന്തമായി ലഭിച്ചിരിക്കുന്നത്. നേരത്തെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസ്സും കോളേജിന് ലഭ്യമായിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പഠനയാത്രകൾക്കും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾക്കും ബസ്സുകൾ വലിയ സഹായകരമാകും. രായരനെല്ലൂർ AUP സ്കൂളിന്റെ 114-ാം വാർഷികം ആഘോഷിച്ചു. പാലക്കാട് MP വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 34 വർഷമായി സ്കൂളിൽ അധ്യാപികയായി, കഴിഞ്ഞ 1 വർഷമായി സ്കൂളിലെ പ്രധാന അധ്യാപികയായും സേവനമനുഷ്ഠിച്ച കാർത്തിയായനി ടീച്ചർക്ക് യാത്രയയപ്പും നൽകി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ് മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ KK കൃഷ്ണകുമാർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. അധ്യാപകൻ K സുബ്രഹ്മണ്യൻ മാസ്റ്റർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരുവേഗപ്പുറ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ഇക്ബാൽ, സ്വാഗത സംഘം കൺവീനർ മൃണാളിനി ടീച്ചർ, PTA പ്രസിഡന്റ് K മുഹമ്മദ്, PTA വൈസ് പ്രസിഡന്റ് K മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ലീബ മോറോസ്താത്യോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായ പതാക പ്രയാണത്തിന് ചാലിശ്ശേരിയിൽ സ്വീകരണം നൽകി. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്യ സിംഹാസന പ്രതിനിധി പരിശുദ്ധനായ മോർ ഓസ്താനിയോസ് സ്ലീബ ബാവയുടെ 94ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച രാവിലെ മഞ്ഞിനിക്കരയിൽ നിന്ന് വികാരി ഫാദർ ബാബു ജോസഫ്, ജാഥ ക്യാപ്റ്റൻ BV തങ്കച്ചൻ, പെരുന്നാൾ കൺവീനർ ജെറിൻ വർഗീസ്, പബ്ലിസിറ്റി കൺവീനർ എൽദോ ബെൻസൺ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ പതാക പ്രയാണത്തിന്
ചാലിശ്ശേരിയിൽ ഇടവക വികാരി ഫാദർ ഡെൽജോ ഏരിയാസ് കൂരൻ മെഴുകുതിരി കത്തിച്ച് സ്വീകരിച്ചു. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ ഹാരാർപ്പണവും നടത്തി. തുടർന്ന് കമ്മിറ്റി അംഗങ്ങളും ഇടവക വിശ്വാസികളും ചേർന്ന് സുറിയാനി ചാപ്പലിലേക്ക് സ്വീകരിച്ചു. ധൂപപ്രാർത്ഥനയും നടത്തി. സ്വീകരണ യോഗത്തിൽ വികാരി ഫാദർ ഡെൽജോ ഏലിയാസ് കൂരൻ, വൈദികരായ ഫാദർ ബാബു ജോസഫ്, ഫാദർ സിജി മാത്യു, ഫാദർ ജെയ്സൺ വർഗീസ്, ഫാദർ ബിബിൻ ചാക്കോ എന്നിവർ സംസാരിച്ചു. സ്വീകരണ പരിപാടികൾക്ക് വികാരി ഫാദർ ഡെൽജോ ഏലിയാസ്, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വല്ലപ്പുഴ പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്ടുകൾ മുതൽ ഗതാഗത സൗകര്യം, അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടിവെള്ള പദ്ധതികൾ, വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അങ്ങനെ വിവിധ തരങ്ങളിലായിട്ടുള്ള പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്യുന്നതാണ് ഗ്രാമപഞ്ചായത്തിന്റെ മുൻകാലങ്ങളിലും ഇപ്പോഴും ചെയ്തു പോരുന്ന രീതി. കഴിഞ്ഞ വർഷങ്ങളിലും നല്ല രീതിയിലുള്ള പ്രൊജക്ടുകൾ അവലംബിച്ചിരുന്നത് നടപ്പിലാക്കുകയും ചെയ്തു. ആദ്യ വർഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ, മേശയും കസാരയും ഒക്കെ ആയി അങ്ങനെ, അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തിയിരുന്നു. ലാപ്ടോപ്പ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് അത്യാവശ്യമാണ് എന്ന ഒരു അഭിപ്രായം ഗ്രാമസഭകളിലും അതുപോലെ തന്നെ വികസന സെമിനാറിനകത്തൊക്കെ നമുക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നു. സ്ഥിരസമിതി അധ്യക്ഷ ആയിഷത്ത് സുഫൈന ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറി നിസാം TS, വല്ലപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി TS ശ്രീകുമാർ, മനസമിതി അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ, മറ്റു ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പുലർച്ചെ 5 മണിക്ക് നട തുറക്കൽ, മലർ നിവേദ്യം, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം 8 മണിക്ക് ജ്യോതിദാസ് ഗുരുവാർ അവതരിപ്പിച്ച അഷ്ടപതി അരങ്ങേറി. വൈകിട്ട് 3 മണിക്ക് 3 ആനകളുടെ അകമ്പടിയോടെ പള്ളിക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ്, തിടമ്പിറക്കി പൂജ എന്നിവ നടന്നു. തുടർന്ന് 3:30 തിരിച്ചെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് തിറ, പൂതൻ തുടങ്ങിയ ആചാര എഴുന്നള്ളിപ്പുകൾ ഉത്സവ പറമ്പിന് ആവേശത്തിമുറിപ്പിലാഴ്ത്തി. വൈകിട്ട് 7 മണിക്ക് ദീപാരാധന, 8-ന് നാദസ്വരം, 9-ന് സന്ധ്യാവേല എന്നിവയ്ക്ക് ശേഷം 9:30 ഡബിൾ തായമ്പക നടന്നു. ആലൂർ പൂരത്തിനിടെ തൃത്താല ജനമൈത്രി പോലീസിന്റെ അവസരോചിത ഇടപെടലിൽ 2 വനിതാ മാലമോഷ്ടാക്കൾ പിടിയിലായി. തമിഴ്നാട് സേലം സ്വദേശിനികളായ കസ്തൂരി, രേവതി എന്നിവരാണ് പിടിയിലായത്. ആലൂർ പൂരത്തിരക്കിനിടെ ആലൂർ സ്വദേശിനിയായ സുകന്യയുടെ മാല മോഷ്ടിക്കാൻ ഇരുവരും ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഉത്സവത്തിനിടെ സുരക്ഷാ ജോലിയിലുണ്ടായിരുന്ന തൃത്താല ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ മോഷണം പെടുകയും ഉടൻ തന്നെ 2 പേരെയും പിടികൂടുകയുമായിരുന്നു. പ്രതികളെ തൃത്താല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു. ASI രാമകൃഷ്ണൻ, ജനമൈത്രി പോലീസുകാരായ സജിത്ത്, ഷൻഫീർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം തൂതപ്പുഴയിൽ മുങ്ങി മരിച്ച കൊപ്പം SI KS സുബീഷ് മോനെ നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനം വെച്ചപ്പോൾ 100 കണക്കിന് പേർ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തി. ഷൊർണൂരിലും പൊതുദർശനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വെളിയൂർ തൂതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കൊപ്പം SI സുബീഷ് മോൻ മുങ്ങി മരിച്ചത്. ബന്ധുക്കൾക്കൊപ്പം ഉച്ചയോടെ കുളിക്കാൻ പോയതായിരുന്നു. വെളിയൂരിലെ പുഴയിലെ ചുഴിയിൽ അകപ്പെട്ട് കാണാതാവുകയായിരുന്നു. തുടർന്ന് ഏറെ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 12 മണിയോടെ മൃതദേഹം കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപ്രവർത്തകരും നാട്ടുകാരുമടക്കം 100 കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് ഒഴുകിയെത്തിയത്.
കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ, വിളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ, മുൻ MLA CP മുഹമ്മദ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, വ്യാപാര, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും കൊപ്പം സ്റ്റേഷനിൽ അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു. 2 ആഴ്ച മുമ്പാണ് കൊപ്പം SI K സുബീഷ് മോൻ ചാർജ് എടുക്കുന്നത്. ഇതിനു മുമ്പ് തൃശൂർ സൈബർ സെല്ലിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അഗ്നിശമന സേനയിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തൃശൂർ മാള വലിയപറമ്പ് കൊണ്ടോളി ഗീതയുടെയും പരേതനായ സുകുമാരന്റെയും മകനാണ്. 38 വയസ്സായിരുന്നു. കൊപ്പത്തെ പൊതുദർശനത്തിന് ശേഷം ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയും അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ജന്മനാടായ തൃശൂരിലേക്ക് കൊണ്ടുപോയി. ചാലശ്ശേരി കല്ലമ്പുറം അടിമനത്താഴത്ത് കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ തീറ്റ തേടിയും തോട്ടിൽ നീരാടാനും 10,000-ഓളം കുട്ടനാടൻ താറാവ് കൂട്ടങ്ങളെത്തി. പാലക്കാട് പട്ടാമ്പി സ്വദേശി ജോണിയുടെ ഉടമസ്ഥതയിലുള്ള 10,000-ഓളം കുട്ടനാടൻ താറാവുകളായ ചാര, ചെമ്പലി, പുള്ളി ഇനത്തിൽപ്പെട്ടവയാണ് വിശാലമായ പാടശേഖരത്ത് കഴിഞ്ഞ 4 ദിവസമായി തമ്പടിച്ചിരിക്കുന്നത്. പട്ടാമ്പി സ്വദേശി ജോണിയുടെ ഉടമസ്ഥതയിലുള്ള 10,000-ഓളം കുട്ടനാടൻ താറാവുകളായ ചാര, ചെമ്പലി, പുള്ളി ഇനത്തിൽപ്പെട്ടവയാണ് വിശാലമായ പാടശേഖരത്ത് കഴിഞ്ഞ 4 ദിവസമായി തമ്പടിച്ചിരിക്കുന്നത്. ജനുവരിയിൽ ആലപ്പുഴയിൽ നിന്ന് 1 ദിവസം പ്രായമായ താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങിയാണ് കൃഷി നടത്തുന്നത്. ഇവയ്ക്കിഷ്ടപ്പെട്ട പനച്ചോറിന് ക്ഷാമം നേരിടുന്നതിനാൽ ആദ്യത്തെ 1 മാസം 3 നേരം അരി ഭക്ഷണമായി നൽകിയാണ് വളർത്തുന്നത്. ഭക്ഷണ ചെലവ് കുറക്കുന്നതിനായാണ് താറാവുകളെ ചാലിശ്ശേരി പാടശേഖരങ്ങളിലേക്ക് എത്തിച്ചത്. പ്രകൃതിദത്തമായ തീറ്റ ഇവർക്ക് ധാരാളം ഇവിടെ നിന്ന് ലഭിക്കും. വളർത്തുപക്ഷികളിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന താറാവുകളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ജലപരിപാലനം ഏറെ ആവശ്യമാണ്. ചാലിശ്ശേരി തോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും താറാവ് കൂട്ടങ്ങൾ ഇവിടേക്ക് എത്തുവാൻ കാരണമായി. ചൂട് ശക്തമാകുന്നതോടെ പാടശേഖരത്തെ തീറ്റ ഒഴിവാക്കി താറാവുകളെല്ലാം തോട്ടിലെ വെള്ളത്തിൽ നീരാടും. പലതവണ ഇതാവർത്തിക്കും. നിരവധി യാത്രക്കാരാണ് തോട്ടിൽ നീന്തിക്കളിക്കുന്ന താറാവ് കൂട്ടങ്ങളെ കാണുവാൻ ഇവിടെ എത്തുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ കായൽ പ്രദേശങ്ങളിലേക്ക് താറാവ് കൂട്ടങ്ങൾ പോകും. നവംബർ അവസാനത്തോടെ താറാവുകളെല്ലാം ആന്ധ്ര, മൈസൂർ, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലെ കൃഷിക്കാർക്ക് കൈമാറും. അതേസമയം പാലക്കാട്ടെ താറാവ് കർഷകർ ഏറെ പ്രതിസന്ധിയിലാണെന്ന് 4.5 പതിറ്റാണ്ടായി ഈ രംഗത്ത് സജീവമായ കണ്ണാടി സ്വദേശി സുധേവൻ പറഞ്ഞു. 40 വർഷം കഴിഞ്ഞു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്ക് ഒരു പെൻഷനും ഇല്ല, ഒന്നുമില്ല. ായിരുന്നു യൂണിയൻ പക്ഷിപ്പനിക്കൊക്കെ പൈസ കിട്ടിയത്. പാലക്കാട്ടുകാർക്കും പൈസയും ഒന്നുമില്ല. ഞങ്ങൾക്ക് പെൻഷൻ പോലും ഇല്ല. 65 വയസ്സിൽ നമ്മളിതായിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ലോണ് പോലും ഇത് ചത്തുപോണേന് അങ്ങനെ ലോണ് തരുന്നെന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. പൈസ ഒന്നും ഞങ്ങൾക്ക് കഷ്ടപ്പാട് മാത്രം. പുതിയ തലമുറകളിലാരും താറാവ് തൊഴിലാളികളാകുവാൻ മുന്നോട്ട് വരുന്നില്ല. 365 ദിവസവും താറാവ് കൃഷി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ പക്ഷിപ്പനി തുടങ്ങിയ രോഗങ്ങൾക്ക് നഷ്ടപരിഹാരമോ ഇതുവരെയും ലഭിച്ചിട്ടില്ല. അനുകൂലമായ കാലാവസ്ഥയും മുട്ടയ്ക്ക് നല്ല വില കിട്ടുകയും താറാവുകൾക്ക് അസുഖം ബാധിക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഗുണം ഇവർക്ക് ലഭിക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി ആറ്റൂർ അസരാൻകുണ്ട് ഡാമിൽ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൃഷി ചെയ്ത മത്സ്യ വിളവെടുപ്പ് നടന്നു. മുള്ളൂർക്കര പഞ്ചായത്ത് നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. ജനകീയ മത്സ്യകൃഷി പ്രസിഡന്റ് അബ്ദുൽ അസീസ് മൂലയിൽ, അബൂബക്കർ, അക്വാകൾച്ചർ പ്രൊമോട്ടർ ഡോക്ടർ അബ്ദുൽ സലാം, KM പുരുഷോത്തം, പുരുഷ സ്വയം സഹായ സംഘം ട്രഷറർ വിനോദ് പാറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നിരവധി സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ അത് ആളുകൾ വേണ്ടത്ര ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അത് സംശയം തന്നെയാണ്. കാരണം മത്സ്യക്കുഞ്ഞുങ്ങളെ സൗജന്യമായി വിതരണം ചെയ്യുന്ന സ്കീമുകളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്തു വരുന്നുണ്ട്. ഇനിയും ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ബയോഫ്ലോക്ക്, അതേപോലെ തന്നെ പൊതുകിണറ്, പൊതുജലാശയങ്ങൾ തുടങ്ങിയതിലൊക്കെ മത്സ്യങ്ങളെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകളുണ്ട്. എല്ലാവരും അതിൻ്റെ പാർട്ടിസിപ്പേഷനായി നമുക്ക് വിഷരഹിത മത്സ്യം കഴിക്കാൻ ആവശ്യമായ, അത് വിഷരഹിത മത്സ്യം കഴിക്കാൻ മാത്രമല്ല നമുക്കൊരു ഉപജീവന മാർഗം കൂടിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സ്രോതസ്സാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇനിയും നമുക്ക് വീടുകളിലൊക്കെ നിരവധി സ്കീമുകൾ പല വീടുകളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് കാണാറുണ്ട്. നമ്മുടെ ഇന്ത്യ നമ്മുടെ ആലത്തൂർ എന്ന മുദ്രാവാക്യവുമായി ആലത്തൂർ MP രമ്യ ഹരിദാസും വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് PI ഷാനവാസും സംയുക്തമായി നടത്തിയ പദയാത്ര ഞായറാഴ്ച വൈകിട്ട് ചെറുതുരുത്തിയിൽ സമാപിച്ചു. സ്ത്രീകളടക്കം 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്.
കൊച്ചിൻ പാളം ചുറ്റി ചെറുതുരുത്തി സെന്ററിൽ പദയാത്ര സമാപിച്ചു. തുടർന്ന് നടന്ന സമാപനം രമ്യ ഹരിദാസ് MP ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് NM വർഗീസ്, OU ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. മരണം വരെ ഈ രാജ്യത്തൊരു ഫാസിസ്റ്റ് ശക്തികൾക്കും വിട്ടു നൽകില്ല എന്നുള്ള ഉറക്കെയുള്ള പാർലമെന്റിനകത്ത് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുവാൻ, ആലത്തൂരിന് വേണ്ടി ഫാസിസ്റ്റ് പ്രധാനമന്ത്രിയുടെ മുഖത്ത് ചൂണ്ടി ഇതിവിടെ നടക്കില്ലെന്നൊക്കെ പ്രഖ്യാപിച്ച ആലത്തൂരിന്റെ പെങ്ങളൂട്ട് കുമാരി രമ്യ ഹരിദാസ് വീണ്ടും തെരുവുകളിലേക്ക്, സാധാരണക്കാരനരികിലേക്ക്, UDF-ന് വേണ്ടി നിങ്ങൾക്കരികിലേക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചോദിച്ച് അരികിലേക്ക് എത്തിച്ചേരുമ്പോൾ എനിക്ക് നിങ്ങളോടൊന്നേ പറയുവാനുള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ ഒരെളിയ പൊതുപ്രവർത്തക, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞ പോലെ നാളിതുവരെ ഒരാളുടെ മുൻപിലും തലകുനിക്കേണ്ട സാഹചര്യം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഉണ്ടായിട്ടില്ല. വരാൻ പോകുന്ന നാളുകളിലും നിങ്ങളോട് പറയുവാനുള്ള ഉറപ്പ്, നാളെ നിങ്ങൾ ആരുടെ മുൻപിലും തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയില്ല. ഇതോടെ നിലവര വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.